മതസൗഹാർദ്ദം വാക്കിൽ മാത്രമല്ല കോഴിക്കോട്ടുകാർക്ക്. ഇന്ന് പെരുന്നാൾ ദിനത്തിൽ കോഴിക്കോട് കിണാശ്ശേരിയിൽ നിന്ന് ഒരു കേരള റിയൽ സ്റ്റോറി. കിണാശ്ശേരി പള്ളിയാക്കൽ ശ്രീദുർഗ ഭഗവതി ക്ഷേത്ര മഹോത്സവവും പെരുന്നാളും ഒരേ സമയത്ത് ആഘോഷിക്കുന്ന നാടിൻ്റെ കഥയാണ്. കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പെരുന്നാൾ ദിനത്തിൽ വളരെയധികം സന്തോഷത്തോടെ ഒരു കേരളത്തിൻ്റെ റിയൽ സ്റ്റോറിയാണ് കോഴിക്കോട് നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഇത് കിണാശ്ശേരിയിലാണ്. കിണാശ്ശേരിയിൽ ഇന്ന് ഇവിടെ ഉത്സവം നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഈദ്ഗാഹ് നടക്കുന്നുണ്ട്. നമുക്കറിയാം. ആ റിയൽ സ്റ്റോറിയെക്കുറിച്ച് നാട്ടുകാർ തന്നെ പറയട്ടെ. എന്താണ് ഈ കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി? തീർച്ചയായിട്ടും ഇത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഈദ്ഗാഹ് നടക്കുന്നതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് പെരുന്നാളും പിന്നെ അമ്പലത്തിലെ ഉത്സവം കൂടി ഒന്നിച്ചു വന്നു. എനിക്ക് നിസ്കരിക്കേണ്ടതുണ്ട്. ഒറ്റ മിനിറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കിണാശ്ശേരിനെ സംബന്ധിച്ചോളം ഇതൊരു പ്രത്യേകതയല്ല. കിണാശ്ശേരി ഉത്സവം തന്നെ ഇവിടുത്തെ അന്യമതസ്ഥരുടെ സഹായത്തോടു കൂടിയിട്ടാണ് വളരെ ഒരു കിണാശ്ശേരിൻ്റെ ദേശീയോത്സവമായിട്ട് നടത്താറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഈദ്ഗാഹും ഉത്സവവും ഒന്നിച്ച് വന്നതിനെ കൊണ്ട് കൂടുതൽ സന്തോഷമായിരിക്കുകയാണ് ഈ പരിപാടി. ഇന്നലെ രാത്രി 12 മണി വരെ ഉത്സവത്തിനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്ന് അത് കഴിഞ്ഞാൽ ഞങ്ങളും ഇവിടുത്തെ പ്രദേശത്തുള്ള മുസ്ലിം സുഹൃത്തുക്കളും കൂടി ഈദ്ഗാഹിന് വേണ്ടി ഗ്രൗണ്ട് ഒരുക്കി. ഇതിപ്പോൾ ഈദ്ഗാഹ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞാൽ വൈകുന്നേരം രണ്ടാമത് ഉത്സവത്തിൻ്റെ പരിപാടികളായിട്ട് ഈ ഗ്രൗണ്ട് സജീവമാവും. തീർച്ചയായും മതസൗഹാർദ്ദം തകർക്കുന്ന, കെട്ടിയിറക്കുന്ന വലിയ വ്യാജ പ്രചരണങ്ങൾക്കിടയിലാണ് കേരളത്തിന്റെ ഒരു റിയൽ സ്റ്റോറി ഒരു ഗ്രാമം ഒന്നു ചേർന്ന് ഒരുക്കുന്നത്. ഏറെ സന്തോഷമുള്ള പെരുന്നാൾ ദിനത്തിൽ കോഴിക്കോട് നിന്നും ക്യാമറമാൻ നിതീഷിനോടൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.